25 വർഷം മുമ്പ് 1999 ജനുവരി 22 തണുത്തു മരവിച്ച പാതിരാത്രിയിൽ ജയ് ശ്രീറാം വിളികളുടെ ആരവത്തിൽ ഒരു കൃത്യം നടന്നു. അതിൻ്റെ 25-ാം വാർഷിക ദിനത്തിൽ ഈ ജനുവരി 22 അയോധ്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ. ഇന്നും ജയ് ശ്രീറാം വിളികൾ മുഴങ്ങുന്നു. അന്നും ജയ് ശ്രീറാം വിളികളുടെ മുഴക്കത്തിലാണ്, ആരവത്തിലാണ് ആ കൃത്യം നടന്നത്. ആ കൃത്യം ഏതായിരുന്നു? ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ ഉറങ്ങിക്കിടന്ന ഒരച്ഛനെയും 2 മക്കളെയും പാതിരാത്രിയിൽ തീ വെച്ചു കൊന്നത് RSSന്റെ സഹസംഘടനയായ ബജ്റാം ദളിന്റെ ആൾക്കാരായിരുന്നു. ഉറങ്ങിക്കിടന്നവരെ അവർ വെന്തു മരിക്കുകയായിരുന്നു. അതായത് ഓസ്ട്രേലിയൻ സുവിശേഷ പ്രവർത്തകനായ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിനും അദ്ദേഹത്തിൻ്റെ 2 മക്കള് ഫിലിപ്പ്, 9 വയസ്സുള്ള ഫിലിപ്പും 7 വയസ്സുള്ള തിമോത്തിയുമാണ് വെന്തു മരിച്ചത്. ഉറക്കമുണർന്ന് ഇവർ പുറത്തേക്ക് വരാതിരിക്കാൻ തീ വെച്ചതിന് ശേഷം ബജ്റാം ദൾ സംഘപരിവാറുകാർ ആയുധങ്ങളുമായിട്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് കാവൽ നിന്നു. ഇവർ ഓടി ഇറങ്ങി രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ അവർ അതിനകത്ത് കിടന്ന് വെന്തു മരിച്ചു. ഇത് ഇപ്പോൾ പറയാൻ എന്തുകൊണ്ട് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, പിന്നെ എപ്പോഴാണ് നമ്മളിത് ഓർക്കേണ്ടത്? അതിൻ്റെ 25-ാം വാർഷിക ദിനത്തിൽ നമ്മളിത് ഓർക്കേണ്ടതല്ലേ? അദ്ദേഹം എന്താണ് ചെയ്തത്? ഗ്രഹാം സ്റ്റെയിൻ അദ്ദേഹം 24-ാം വയസ്സിൽ ഇന്ത്യയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങൾ, മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 55ഓളം വയസ്സ് ഉണ്ടായിരുന്നു. ഇത്രയും കാലം അദ്ദേഹം ഒഡീഷയിലെ, അന്നത്തെ ഒറീസ, പിന്നത് ഒഡീഷയായി, ഒഡീഷയിലെ കുഷ്ഠരോഗികളെ പരിഹരിക്കുക, ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു മിഷനറി വർക്കാണ് ഗ്രഹാം സ്റ്റെയിനും കുടുംബവും നടത്തിക്കൊണ്ടിരുന്നത്. അവരെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള ചില ആൾക്കാർ ചുട്ടരിച്ചത്. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ എന്താ ഓർക്കേണ്ടത്? 55-58 വയസ്സുള്ള ഒരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ തീ വെച്ച് കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡി സ്റ്റെയിൻസ് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ആരോടും പകയില്ല, വിത്ത് മാലീസ് ടുവേർഡ്സിനാണ്. ഇത് ചെയ്ത ആരോടും പകയില്ല എന്നാണ് അവർ, ഗ്ലാഡീസ് പറഞ്ഞത്. അന്ന് ബജ്റാം ദളിന്റെ ഒഡീഷ മേധാവിയായിരുന്ന, ചീഫായിരുന്ന ആളെ പിന്നെ നമ്മൾ കാണുന്നത് ഒഡീഷയിലെ ബാലസോർ MP ആയിട്ടും, പിന്നീട് അദ്ദേഹത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ്, അല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയുമാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയപ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനം വന്നു. ഗ്രഹാം സ്റ്റെയിനെയും കുടുംബത്തെയും തീവച്ചു കൊന്ന സമയത്ത് ഒഡീഷയിലെ ബജ്റാം ദളിന്റെ ചീഫായിരുന്ന ഈ പ്രതാപ് സാരംഗി എന്നയാളെ സംശയിക്കേണ്ടേ? ഇങ്ങനെയൊരു ഹീനകൃത്യം ആ സംഘടനയുടെ സംസ്ഥാന മേധാവി അറിയാതെ നടക്കുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളെന്ന് അദ്ദേഹത്തെ മന്ത്രിയാക്കിയ സമയത്ത്, അതായത് മെയ് 31, 2019 മെയ് 31 പ്രതാപ് സാരംഗിയെ നരേന്ദ്രമോദി തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോഴാണ് ഈ വിമർശനങ്ങൾ വന്നത്. പിന്നെ ഇദ്ദേഹം വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് പ്രതാപ് സാരംഗി. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഡീഷയിലെ മോദി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒഡീഷയിലെ മോദിയെയാണ്, പ്രതാപ് സാരംഗിയെയാണ് ഈ ഗ്രഹാം സ്റ്റെയിൻ്റെ കുടുംബത്തിൻ്റെ ഈ ഉന്മൂലനമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കേട്ട ഒരു പേര്. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നു. അതൊക്കെ ഒരു വഴിക്ക് പോയി. ചിലർ ജയിലിൽ പോയി. അതൊക്കെ ആ വഴിക്ക് ഇങ്ങനെ നടന്നുപോയി. പക്ഷെ ഇവിടെ ഇപ്പം ഓർക്കാൻ കാര്യം,
ജയ് ശ്രീറാം വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സമാധാനത്തിന് വേണ്ടിയാണോ അതോ കലാപത്തിന് വേണ്ടിയാണോ? സംഘർഷത്തിന് വേണ്ടിയാണോ സ്നേഹത്തിന് വേണ്ടിയാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നത്. 99 ജനുവരി 22 പാതിരാത്രിയിൽ മനസ്സും മനസാക്ഷിയും മരവിച്ച ചിലർ ചെയ്ത അതിക്രൂരമായ ഒരു കൃത്യം. അതൊരു വശത്ത്. ഈ രാജ്യത്തെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് രാമന് വേണ്ടി അയോധ്യയിൽ അതേ ദിവസം ആ ജനുവരി 22 ജയ് ശ്രീറാം വിളികൾക്ക് നടുവിൽ അവിടെ പ്രാണപ്രതിഷ്ഠയും നടക്കുന്നു. പലരും അതിനെ പിന്തുണയ്ക്കുന്നു. KS ചിത്ര ഉൾപ്പെടെ അതേപറ്റിയുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. ഇങ്ങനെ ചിലതിനെ പിന്തുണയ്ക്കുമ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് പലയിടത്തും രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗമായിട്ടാണ് വിശ്വാസ ആലയങ്ങൾ, ആരാധനാ ആലയങ്ങൾ തകർക്കുകയും വീണ്ടും വേറെ നിർമ്മിക്കുകയും അതും തകർക്കുകയും പിന്നെ അടുത്തത് നിർമ്മിക്കുകയും ചെയ്ത ഒട്ടേറെ സംഭവങ്ങൾ ലോക ചരിത്രത്തിലുണ്ട്. അതൊന്നും ശാന്തിയും സമാധാനത്തിനും വേണ്ടി ആയിരുന്നില്ല. അതിൻ്റെ ലിസ്റ്റ് പറഞ്ഞാൽ വളരെ അധികമുള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതേപ്പറ്റി മാത്രം വേറൊരു വീഡിയോ ചെയ്യാം. നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, ജനുവരി 22. അപ്പോൾ ലോക ചരിത്രത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പല രാജ്യങ്ങളിലും രാജഭരണകാലം മുതൽ ഇങ്ങോട്ട് ജനായത്ത ഭരണം വന്നതിന് ശേഷവും പല രാജ്യങ്ങളിലും പല വിശ്വാസ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. വേറെ പുതിയത് പണിതിട്ടുണ്ട്. അതും പൊളിച്ചെടുക്കിയിട്ട് അതിൻ്റെ പുറത്ത് വേറെ വന്നിട്ടുണ്ട്. അത് ബുദ്ധവിഹാരങ്ങൾ മുതൽ നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ ഉൾപ്പെടെ ബുദ്ധവിഹാരങ്ങൾ മുതൽ അങ്ങ് യൂറോപ്പിലെ പള്ളികളും വരെയുണ്ട്, ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോ ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഒരൊറ്റ പോയിന്റിലാണ് എത്തുന്നത്. ഈ ലോകത്താകമാനം നടന്ന അയോധ്യയിലെ ഈ വിവാദം ഉൾപ്പെടെ, രാമജന്മഭൂമിയും ബാബറി മസ്ജിദും ഉൾപ്പെടുന്ന ഈ പ്രശ്നം ഉൾപ്പെടെ എല്ലാം നമ്മൾ അതിൻ്റെ ചരിത്രത്തിന്റെ താളുകൾ മറിച്ച് നോക്കിയാൽ അത് അധികാര രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ മനുഷ്യന്റെ ശാന്തിക്കോ സമാധാനത്തിനോ യഥാർത്ഥ മത സന്ദേശത്തിനോ അല്ലെ മതങ്ങൾ പറയുന്ന മാനുഷിക കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ ഒന്നുമല്ല. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി അല്ലെ അധികാരം നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ അത് പോകാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ അടവെന്ന നിലയിൽ, ഒരു പുതിയ പൊളിറ്റിക്കൽ ടൂൾ എന്ന നിലയിൽ ലോക ചരിത്രത്തിൽ പലയിടത്തും വിശ്വാസത്തെ പൊളിറ്റിക്കൽ അതോറിറ്റി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഭവമാണ് അയോധ്യയിൽ ജനുവരി 22 നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളും പലരും നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്ന പലരും ഈ രാമൻ, അയോധ്യയിലെ രാമൻ നമ്മുടെ യഥാർത്ഥ രാമനല്ല, നമ്മുടെ മനസ്സിലെ രാമനല്ല. ഇത് പൊളിറ്റിക്കൽ രാമനാണ്. ഫോർ നരേന്ദ്രമോദി, ഫോർ BJP, ഫോർ RSS, ഫോർ സംഘപരിവാർ. ഇവർക്ക് രാഷ്ട്രീയാധികാരം വീണ്ടും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൊളിറ്റിക്കൽ ടൂളാണ് ഈ രാമൻ എന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ വരുന്നതിൻ്റെ സാരാംശം ഇതാണ്. ഇത്തരം ചരിത്രത്തിൽ നടന്ന അട്ടിമറികളെ പറ്റി, മതത്തിന്റെ പേരിൽ, അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. തൽക്കാലം ഇവിടെ നിർത്താം.